അതെ, നാളത്തെ നിന്റെ പ്ലാൻ എന്താ? നാളെ എന്റെ കയ്യിൽ ഒരു കിടിലം പ്ലാൻ ഉണ്ട്. നിന്റെ കിടിലും പ്ലാൻ എന്ന് പറഞ്ഞേ. എടാ, നാളെ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുന്നു. എന്നിട്ട് ഞാൻ അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്നിട്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്റെ കയ്യിലുള്ള റോസാപ്പൂ അവൾക്ക് നേരെ നീട്ടുന്നു. അവൾ സർപ്രൈസ് ആവുന്നു. അവളുടെ രണ്ട് കണ്ണിലും ഞാൻ ആ പ്രണയം കാണും. അവൾ എന്നോട് പറയും ഐ ലവ് യു എന്നായിരിക്കില്ല പറയാൻ പോണത്. പിന്നെ അങ്ങനെ ഞാൻ പറയോ? അങ്ങനെ പറയും. എടാ മണ്ട, നിങ്ങൾ തമ്മിൽ റിലേഷൻ ആയിട്ട് എത്ര നാളായി? 3 മാസം. 3 മാസം. 3 മാസത്തിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോണത്. അത് അവളുടെ ബർത്ത്ഡേ. അവളെന്നല്ല, ഈ ഭൂമിയിൽ ഏത് പെണ്ണുങ്ങളായാലും നമ്മുടെ കുറെ കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യും. എക്സ്പെക്ട് എന്നാണ് നീ ഉദ്ദേശിച്ചത്? എടാ, എന്ത് തേങ്ങ കാര്യം മനസ്സിലായില്ലേ? എക്സ്പെക്ട്. അപ്പൊ നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യണം. അതെങ്ങനെയാന്ന് ഞാൻ ചോദിക്കുന്നേ. എടാ, അതിന് നീ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കണം. ലൈക്ക് ഒരു ഡയമണ്ട് റിംഗ്, അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരണം. ഡയമണ്ട് റിംഗാ? കൃഷ്ണ, രണ്ടു പവന്റെ മാലയും കൂടി മേടിച്ചു കൊടുക്കാടാ. നോ, ഡയമണ്ട് റിംഗ് അത് നോ കോസ്റ്റ്. ഫ്രീ ആയിട്ട് ഓസിന് കിട്ടിയ പുളിക്കോ? സംഭവം കൊള്ളാം. നീ പണ്ടത്തെ മോശം വീണ്ടും തുടങ്ങിയ? എടാ പൊട്ടാതൊന്നല്ല, നീ നിന്റെ ഫോൺ എടുത്തേ. അത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്ക്. അതില് photocity.in എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അത് ഫോളോ അടിക്ക്. എന്നിട്ട് ആ പിൻ ചെയ്ത് വെച്ചാണ് ഫസ്റ്റ് പോസ്റ്റില് അതൊന്ന് ലൈക്ക് ചെയ്ത് കമന്റ് അടിക്കും. എന്നിട്ട് നിന്റെ ഒരു 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നിന്റെ കയ്യിലെത്തി. നിനക്ക് യോഗ ഉണ്ടെങ്കിൽ പിടി. വേണ്ട, നിന്റെ ഓവർ ആക്ടിംഗ് ഒന്നും വേണ്ട. അളിയാ, എനിക്ക് യോഗ ഇല്ല, നീ എങ്ങനെ മേടിച്ചു വിളിക്ക്. ഡയമണ്ട് റിംഗ് ശരിക്കും? ബേബി, ഐ ലവ് യു. സക്സസ്. കണ്ട അവരൊരു സന്തോഷം കണ്ട. ഇത് പ്രേമിക്കുന്നവർക്ക് മാത്രല്ല, ആർക്കും വേണമെങ്കിലും കിട്ടാം. അപ്പൊ ഒട്ടും സമയം കളയണ്ട, ഇപ്പൊ തന്നെ പോയി photocity.in പേജ് ഫോളോ ചെയ്തോ.